എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിലൊരു വെണ്ടയ്ക്ക കറിയാണ്. ഒരു പാത്രം അടപ്പേ വെച്ച് മീഡിയം ഹീറ്റിൽ ചൂടാക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് അല്പം നീളത്തിലരിഞ്ഞ 200 ഗ്രാം വെണ്ടയ്ക്ക ചേർക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് 5 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറ്റാനാണ് വഴറ്റുന്നത്. നന്നായി വഴണ്ട് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഹീറ്റിൽ ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ ജീരകം ഇടുക. ജീരകം മൂത്ത് കഴിയുമ്പോൾ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. സവാള നന്നായിട്ട് വഴറ്റുക. കുറച്ച് കറിവേപ്പില, 3 വറ്റൽമുളക്, ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 4 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് അരിഞ്ഞത്, ഇതെല്ലാം കൂടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടിയിട്ട് മസാലയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റുക. ഇതിലേക്ക് ഒരു മീഡിയം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. തക്കാളി നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് തക്കാളി വേവിക്കുക. ഇതിലേക്ക് 1 നുള്ള് ഉലുവപ്പൊടി ചേർക്കുക. 1 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ചത് ചേർക്കുക. ഇത് എണ്ണ തെളിയുന്നവരെ നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിക്കുക. ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പാത്രം അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കുക. നമ്മുടെ വെണ്ടയ്ക്ക കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.